ഇസ്രായും കൈസറയും തകർന്നടിയുന്ന കിനാബുകൾ പകർന്നു കൊടുത്ത് ഒരു അനുയായി വൃന്ദത്തെ ലോകത്തെ ഏറ്റവും വലിയ ക്ഷേമനാട്ടത്തിന്റെ അനുയായികളാക്കി മാറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന് ഏറ്റക്കുറച്ചിലില്ലാതെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ അനുഷ്ഠാനാചാരങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നമ്മൾ എത്തി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളുടെയും മുന്നിൽ പതരാതെ പിടിച്ചു നിൽക്കാൻ ഈ ആദർശം നിങ്ങൾക്ക് കൂടിയേ തീരൂ. ഈ ആദർശമില്ലാത്ത ഏതാദർശവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ഏതാദർശമാണോ നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിലും അഭിമാനപൂർവ്വം, ആർജവത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ക്യാമ്പസുകളിലെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നെത്തി നിൽക്കുന്ന ആധുനിക ലിബറലിസത്തിന്റെയും നവനാസ്തികതയുടെയും വാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന്റെ മുന്നിൽ നോ എന്ന് പറയാൻ, അതിനെതിരെ വടിയെറിയാൻ, അതിനെതിരെ തൂഫാനുൽ അഖ്സ പ്രഖ്യാപിക്കുവാൻ കേരളത്തിന്റെ ക്യാമ്പസുകളെ പര്യാപ്തമാക്കുന്ന ഒരൊറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമേ കേരളത്തിന്റെ ക്യാമ്പസിലുള്ളൂ. അതിന്റെ പേരാണ് GIO എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ആത്മാഭിമാനത്തോടുകൂടി കേരളത്തിന്റെ ക്യാമ്പസുകൾ പ്രതിനിധീകരിക്കണം. ഇന്ന് വൈകുന്നേരം മുതൽ മാത്രമല്ല ഈ പേര് നിങ്ങൾ കേട്ടു തുടങ്ങിയത്. കുറെ മുമ്പ് 40 വർഷമായി, 4 പതിറ്റാണ്ടായി ഈ ശബ്ദം ഇന്ത്യയിലും കേരളത്തിലും മുഴങ്ങി തുടങ്ങിയിട്ട് അത് ഇന്ന് വൈകുന്നേരം ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും. ഈ പരിപാടികളിലെല്ലാം ഈ നാമം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഇതൊരാർജവം സമ്മാനിക്കുകയാണ്, ഒരാത്മവിശ്വാസം സമ്മാനിക്കുകയാണ്, ഒരാദർശം സമ്മാനിക്കുകയാണ്. വിശുദ്ധിയുടെ, ധാർമ്മികതയുടെ, സ്വന്തം ശരീരത്തിന്റെ നേരെ കയ്യോങ്ങി വരുന്ന ആക്രമണോത്സുക ആൾക്കൂട്ടങ്ങൾ മൊബിലിഞ്ചിങ്ങുമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ കൈക്ക് പിടിക്കാൻ, അതിനെതിരെ നോ പറയാൻ നിങ്ങൾക്ക് ആർജവം വേണം.